കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധത്തിനിടെ റോഡ് തടസ്സപ്പെടുത്തിയതിന് CPM നേതാക്കൾക്കെതിരെ കേസെടുത്തു. ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഒന്നാം പ്രതിയാക്കിയാണ് കേസെടുത്തത്. വി ശിവദാസൻ, KV സുമേഷ് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രത്നകുമാരി തുടങ്ങി 11 നേതാക്കളെ പ്രതി ചേർത്തിട്ടുണ്ട്. കണ്ടാലറിയാവുന്ന 1000-ഓളം പേർക്കെതിരെയും ടൗൺ പോലീസ് കേസെടുത്തു. ഇവിടെ ഒരു ഹെഡ് പോസ്റ്റ് ഓഫീസ്, അതിന് മുമ്പിൽ 10,000 പങ്കെടുത്താൽ സ്വാഭാവികമായും ഈ റോഡ് ആകെ ജനങ്ങൾ അണിനിരന്നു കഴിയും. ഇതുവഴിയുള്ള യാത്രക്ക് തടസ്സമുണ്ടാവും. യാത്രാ മാർഗങ്ങൾ വേറെയുണ്ട്, ഹെഡ് പോസ്റ്റ് ഓഫീസ് വേറെയില്ല. യാത്രാ മാർഗങ്ങൾ മറ്റിടങ്ങളിലേക്ക് ട്രാഫിക് നിയന്ത്രിച്ചുകൊണ്ട് ചെയ്യുക എന്ന നിലപാട് സ്വീകരിക്കുന്നത് എന്തോ പൗരാവകാശ ലംഘനമായിട്ട് ചിലർ വ്യാഖ്യാനിക്കും. ജുഡീഷ്യറിയുടെ ആ വ്യാഖ്യാനമാണ് തെറ്റ്. സുനിൽ ഐസക് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സുനിൽ, വഞ്ചിയൂരിലും ഇതിന് സമാനമായി തന്നെ സമ്മേളനവുമായി ബന്ധപ്പെട്ട വഴി തടഞ്ഞുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതിൽ രൂക്ഷമായ വിമർശനം പോലീസിനും പാർട്ടിക്കും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ വീണ്ടും കണ്ണൂരിൽ ഒരു സംഭവം നടക്കുന്നത്. ഏതായാലും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കേസെടുത്തിട്ടുണ്ട് പോലീസ്, അല്ലേ? തീർച്ചയായും കണ്ണൂർ ടൗൺ പോലീസ് സ്വമേധയാണ് കേസെടുത്തിരിക്കുന്നത്. BNS-ലെ 189(2), 3, 285, 190 വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതിലിപ്പോ 11 നേതാക്കൾക്കെതിരെയും 10,000-ഓളം കണ്ടാലറിയാവുന്ന പ്രവർത്തകർക്കെതിരെയുമാണ് കേസ്. ഒന്നാം പ്രതി MV ജയരാജനാണ്. ഒപ്പം M സുരേന്ദ്രൻ, KP സഹദേവൻ, MK മുരളി, സഹാറാസ്, ഒപ്പം N ചന്ദ്രൻ, LDF കൺവീനർ, മുൻ MLA TV രാജേഷ്, അഴീക്കോട് MLA KV സുമേഷ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PV ഗോപിനാഥ്, മഹിളാ അസോസിയേഷൻ നേതാവ് N സുകന്യ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KK രത്നകുമാരി തുടങ്ങി കണ്ടാലറിയാവുന്ന 10,000-ഓളം പേർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇന്ന് രാവിലെ ഏതാണ്ട് 8 മണി മുതലാണ് ഇവിടെ ഈ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ CPM-ന്റെ ഇത്തരത്തിലൊരു ഉപരോധ സമരം നടന്നത്. സംസ്ഥാന വ്യാപകമായി ഇന്ന് കേന്ദ്ര അവഗണനയ്ക്കെതിരെ എല്ലാ ഓഫീസുകൾക്ക് മുന്നിലും എല്ലാ ജില്ലകളിലും കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ സമരമുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് കണ്ണൂർ ടൗണിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ഇത്തരമൊരു സമരം നടന്നത്. റോഡ് പൂർണ്ണമായും തടസ്സപ്പെടുത്തി റോഡിൽ നിന്ന് വിലങ്ങനെ പന്തൽ കെട്ടി ഒപ്പം കസേരകൾ നിരത്തിയായിരുന്നു പരിപാടി. സ്വാഭാവികമായും ആ പ്രദേശത്തെ മുഴുവൻ ഗതാഗതവും സ്തംഭിക്കുന്ന സാഹചര്യമായിരുന്നു. മാത്രമല്ല വാഹനങ്ങളൊക്കെ വഴിതിരിച്ചു വിടേണ്ടി വന്നു. പൂർണ്ണമായും റോഡ് കെട്ടിയടച്ചായിരുന്നു ഇത്തരത്തിലൊരു പരിപാടി നടന്നിരുന്നത്. അങ്ങനെ പരിപാടി നടത്തരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ CPM ജില്ലാ സെക്രട്ടറിക്ക് സിറ്റി പോലീസ് കമ്മീഷണർ കത്ത് നൽകിയിരുന്നു. പക്ഷേ അത് അംഗീകരിക്കാതെയാണ് ഇത്തരമൊരു പരിപാടി നടന്നത്. മാത്രമല്ല കേസെടുക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് MV ജയരാജൻ പ്രസംഗത്തിൽ പറയുകയും ചെയ്തു. ഇതിന്റെ പേരിൽ ഒരിക്കൽ കൂടി ജയിലിൽ പോകാനും തയ്യാറാണെന്ന നിലപാടിലായിരുന്നു MV ജയരാജൻ അന്ന് പ്രസംഗിച്ചത്. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ടൗൺ പോലീസ് ഈ സംഭവത്തിൽ 10,000-ഓളം പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്.